Hello friends, this is Sajil and welcome back to another episode of Sajil's Tech Center. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ട്യൂട്ടോറിയലാണ് എങ്ങനെ നമുക്ക് NFTs ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ NFT എന്താണെന്ന് അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ അതെങ്ങനെ അപ്ലോഡ് ചെയ്യാം, ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നമുക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ഒന്നും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് 1 by 1 ആയിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഓപ്പൺ സീയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം, അതും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. പിന്നെ വാസ്റക്സിൽ എങ്ങനെ പെയ്ഡ് വേർഷനായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്, ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് NFTs, ഇത് ചെറിയൊരു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ NFTs നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഈ NFTs എങ്ങനെ ഇപ്പോൾ 4-5 NFTസിൽ നിന്ന് എങ്ങനെ 10,000-കണക്കിന് NFTs ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ട്യൂട്ടോറിയൽ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നമുക്ക് എങ്ങനെ ഫൈവറിലും അല്ലെങ്കിൽ മറ്റുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ എങ്ങനെ വിൽപ്പന നടത്താം എന്നുള്ളതിനെ കുറിച്ച് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ 1 by 1 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നിരുന്നാൽ കൂടിയും NFT എങ്ങനെ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ വിൽപ്പന നടത്താം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു NFTs നമുക്ക് തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. കൂടുതലും ഞാൻ റീസെല്ലിംഗ് വീഡിയോസ് ഒക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ NFTs നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ ഫോട്ടോഷോപ്പ് ഇല്ലെങ്കിൽ കൂടി തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് NFTs എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ NFTs എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഇതെൻ്റെ അക്കൗണ്ടാണ്. ഇതിൽ ഈ കാണുന്ന NFTs എല്ലാം ഞാൻ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. പക്ഷേ NFTs എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതെല്ലാം സിമ്പിൾ ഇമേജസ് ആണ്. ഇത് ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജാണ്. അപ്പോൾ ഒരു ഇമേജിൽ നിന്ന് ഏകദേശം 10,000-ഓളം ഇമേജസുകൾ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇമേജസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ട്രിക്ക് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു NFT ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഒരു ഒറ്റ ഇമേജാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സും ഡ്രസ്സും മെറ്റീരിയൽസും മറ്റും യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിനുള്ള ഇമേജസുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് മറ്റ് കുറച്ച് ഇമേജസുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. കാണുന്നത് പോലെ അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊന്നും പക്ഷേ അധികം പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചാൻസ് ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു NFTൻ്റെ വാല്യൂ പോകുമെന്ന് വിചാരിച്ചിട്ട് മിക്ക ആളുകളും ഇതിനെക്കുറിച്ച് പറഞ്ഞ് തരാറില്ല. പക്ഷേ നമ്മളുടെ ഈ ചാനലിലൂടെ ഞാൻ കൂടുതൽ NFTസിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് ഞാൻ ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് canva.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് ഫോട്ടോഷോപ്പൊന്നും ഇല്ലാതെ തന്നെ Canva യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ NFT, അതിൻ്റെ സൈസും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ലാപ്ടോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, മറിച്ച് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ Canva എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു NFT ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം കസ്റ്റം സൈസ് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാം. ഓക്കെ, കസ്റ്റം സൈസിൽ 1500 കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ലൊരു സൈസാണ് NFTയുടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3000 കൊടുക്കാം, പക്ഷേ 1500 മതിയാവും. 1500 × 1500 ഇതായിരിക്കണം പിക്സൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം സൈസിൽ വേണമെങ്കിൽ 2000 × 2000 കൊടുക്കാം, 3000 × 3000 കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മിനിമം ഒരു 1500 എങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലത്. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി നമുക്കതിൽ നിന്ന് കിട്ടുന്നതാണ്. ദെൻ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സൈസിൽ ഒരു ബേസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു പേജ് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് ക്രിയേറ്റ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ടുള്ള എലമെൻറ്റ്സോ ഇമേജസോ നമുക്ക് എടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ടൊരു ഡോഗിൻ്റെ ഒരു ഇമേജ് എടുക്കാൻ പോവുകയാണ്. ഡോഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് സെർച്ച് ചെയ്ത് വെക്കുക. സെർച്ച് ചെയ്ത് വെക്കുമ്പോൾ അത്യാവശ്യം ആനിമേറ്റഡ് ആയിട്ടും അല്ലാതെയുമുള്ള ഒരുപാട് ഡോഗ്സിൻ്റെ പിക്ചേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഓക്കെ, സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലൊരു ഇമേജ് കണ്ടാൽ നിങ്ങളത് എടുക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതൊന്നും എടുക്കാം. ഇത് കുറച്ച് ആനിമേറ്റഡ് ആയിട്ടുള്ളൊരു ഇമേജാണ്. ഓക്കെ, ഇതിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വേണം, ഈ ഒരു ഒറ്റ ഇമേജ് വെച്ചിട്ട് പല പല ഇമേജസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഒരു ബേസ് മോഡലായിട്ട് എടുത്തിട്ട് കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇതിനൊരു സ്പെക്സ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ ഗ്ലാസസ് എന്ന് കൊടുക്കാം. ഇവിടെ ഓക്കെ, ഗ്ലാസസ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ഗ്ലാസസ് വന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ആനിമേറ്റഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇത് എടുക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അതവിടെ അപ്പിയർ ആയി വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ആനിമേറ്റഡ് ഇമേജ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആനിമേറ്റഡോ നോൺ ആനിമേറ്റഡോ ആയിട്ടുള്ള ഏതൊരു ഇമേജ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ എന്തെങ്കിലും ആനിമേഷൻ, ഇപ്പോൾ ഈ ഒരു ആനിമേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബേസ് ഇമേജിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആനിമേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആനിമേഷൻസ് ഇവിടെ ജസ്റ്റ് ഒന്ന് മൗസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ആ ഒരു ആനിമേഷൻ അവിടെ വരും. ഓക്കെ, നമുക്ക് ഇതെടുക്കാം ജസ്റ്റ്. അതായത് ഒരു ബിഗിനിങ് ആനിമേഷൻ ആണത്. ഇനി മറ്റെന്തെങ്കിലും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കിടക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രസ് ചെയ്യാം. ഇവിടെ നിന്നിട്ട് നമുക്ക് കളർ ഇതുപോലെ ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ NFT ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർസ് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ എല്ലാം വീഡിയോസ് 1 by 1 ആയിട്ട് ഞാൻ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമ്മളിത് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഇമേജ് എടുത്തു. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഗ്ലാസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഗ്ലാസ് വരും. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. സാധാരണ ഡിലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഗ്ലാസ് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഇമേജ് വെച്ചിട്ട് 100 കണക്കിന് ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ആനിമേറ്റഡ് NFTസോ അല്ലെങ്കിൽ നോൺ ആനിമേറ്റഡ് ആയിട്ടുള്ള NFTs നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഏറ്റവും മുകളിൽ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിന്നിട്ട് ഇപ്പോൾ എന്തായാലും ഇത് ആനിമേറ്റഡ് ആയത് കാരണം ഒന്നില്ലെങ്കിൽ MP4 ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ജിഫ് ഇമേജസ് ആയിട്ടായിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ MP4 ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു NFT നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടേതായ ഒരു ഇമേജ് നിങ്ങൾക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ നിന്നിട്ട് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഒരു വീഡിയോ. അപ്പോൾ NFTs എന്ന് പറഞ്ഞാൽ ഇമേജ് മാത്രമല്ല വീഡിയോസാണ്. ജിഫ് ഇമേജ് വേണമെങ്കിൽ നമുക്ക് NFT ആയിട്ട് യൂസ് ചെയ്യാം. ഓഡിയോ ഫയൽസ് വേണമെങ്കിൽ NFT ആയിട്ട് യൂസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും NFT ആയിട്ട് നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. കാരണം 1500 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു NFT നമ്മൾ വളരെ സിമ്പിൾ NFT നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് ചേഞ്ചസ് വേണമെങ്കിലും ഒരു ഇമേജിന് നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു NFT നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആഡ് പേജ് കൊടുക്കുക. കളറൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് വൈറ്റ് തന്നെ ആക്കാം. ഓക്കെ, വേറൊരു ക്യാരക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർട്ടൂൺ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡോഗ് ഇമേജൊക്കെ എടുത്തത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും NFTs ക്രിയേറ്റ് ചെയ്യുന്നത് ഡോഗ് അല്ലെങ്കിൽ എയ്പ്പ് എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ വെച്ചിട്ടാണ്. നമുക്ക് എയ്പ്പ് തന്നെ എടുത്തു നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് എയ്പ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മറ്റൊരു ഇമേജ് എടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന ചില ഇമേജസുകൾ ക്യാൻവയിൽ നിന്ന് എടുക്കുന്ന ചില ഇമേജസുകൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ഇമേജസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ഇമേജിൽ പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ആവശ്യമുള്ള കളർ നമുക്ക് ഇവിടെ നിന്നിട്ട് സെലക്ട് ചെയ്തെടുക്കാം. അതിനനുസരിച്ച് ഇവിടെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ ലൈറ്റ് ആക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതെല്ലാം നിങ്ങൾ ഇപ്പോൾ ഒരു ബേസ് ഇമേജ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഇമേജ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ മറ്റൊരു ട്രിക്ക് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആയിരക്കണക്കിന് ഇമേജസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓരോ ഇമേജിൻ്റെ
കളേഴ്സ് നമുക്കിതുപോലെ ചേഞ്ച് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം നമ്മളിവിടെ മാറ്റുന്നതനുസരിച്ച് അതിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ആനിമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഇമേജ് തന്നെ ആക്കാം. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്ന മറ്റൊരു ഇമേജ് നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ഈ ഒരു എയ്പ്പിൻ്റെ ഇമേജ് എടുക്കുന്നു. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കളർ ചേഞ്ച് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ. ഓക്കെ, ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓപ്പൺ സീയിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഇതുപോലുള്ള ഒരുപാട് ഇമേജസ്, അധികം നല്ല രീതിയിലുള്ള സെയിൽസ് ലഭിക്കുന്ന ഇമേജസ് എല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ നമ്മളുടെ പ്രൊമോഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിരിക്കും ഇതിൻ്റെ സെയിൽസൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് വളരെ സിമ്പിളായിട്ട് ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ canva.com എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഇമേജസ് ആണ്. എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് ഏത് NFTs വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, യാതൊരു പ്രോബ്ലവും വരില്ല. ഇനിയിപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിപ്പോൾ ഹാറ്റ് കൊടുക്കണം, ഇതിലൊരു ഹാറ്റ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാറ്റ് ഇവിടെ നിന്നിട്ട് സെർച്ച് ചെയ്തെടുക്കാം. ആനിമേറ്റഡ് വേണമെങ്കിൽ ആനിമേറ്റഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ഈ ഒരു ആനിമേറ്റഡ് ഹാറ്റ് നമുക്കിതിന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈസ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ബേസ് ഇമേജ് ഉണ്ടാക്കിയിട്ട് അതിന് പല പല എലമെൻറ്റ്സ് നമുക്കിതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഐ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ അത് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബേസ് ഇമേജ് കാണിച്ച് തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നമുക്ക് ഇവിടെ നിന്നിട്ട് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഓപ്പൺ സീലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ആയിരക്കണക്കിന് ഇമേജസ്, അതുപോലെ ഒരുപാട് സെയിൽസ് കിട്ടിയ ഇമേജസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും അതിലും അവൈലബിൾ ആയിട്ടുള്ള ഇമേജസ്. പക്ഷേ ഇതിൻ്റെ പല പല വെറൈറ്റീസ്, ഇതിൻ്റെ പല പല എലമെൻറ്റ്സ് ഇതുപോലെ ആഡ് ചെയ്തായിരിക്കും പുതിയ ഇമേജസ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആനിമേഷൻ ഒന്നുമില്ലാത്ത ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഷെയർ എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുമ്പോൾ PNG ഫയലായിട്ട് വരും, അല്ലെങ്കിൽ PDF ഫയലായിട്ട് നിങ്ങൾക്ക് എടുക്കാം. നമുക്കിപ്പോൾ ഇത് ഇമേജ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ PNG കൊടുക്കുക. PNG ആകുമ്പോൾ ആനിമേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ഇമേജ് നമ്മൾ PNG ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള ഇമേജസ് എല്ലാം വന്നിട്ടുണ്ട്, അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനിയിപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ നമുക്കിപ്പോൾ വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം MP4 ആയിട്ടോ അല്ലെങ്കിൽ GIF ഇമേജസ് ആയിട്ടോ ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ MP4 തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഡൗൺലോഡ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇതുപോലുള്ള ഒരു ബേസ് ഇമേജ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തന്നെ ഒരു 100 വെറൈറ്റീസോ അല്ലെങ്കിൽ 100 ഡിഫറെൻറ്റ് കളേഴ്സോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കളക്ഷൻ, ഓപ്പൺ സീൽ ഒരു കളക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു 100 വെറൈറ്റീസ് ഉണ്ടാക്കുക. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ബേസിക് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സീൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, വാസ്റക്സിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ സീലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പക്ഷേ സെയിൽസ് കിട്ടാൻ ടൈം എടുക്കും. മറിച്ച് വാസ്റക്സ് NFT-യിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ സെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച്. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ആനിമേറ്റ് ചെയ്ത ആ ഒരു NFT ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസത്തിന് ശേഷം ഇതുപോലുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള NFT ക്രിയേഷൻ വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് ചെയ്ത ഒരു NFT ആണ്, വീഡിയോ NFT ആണ്. ഇത് കുറച്ച് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഒരു NFT ആണിത്, വീഡിയോ ആണിത്. ഏകദേശം $176 ഇത് വിൽപ്പന നടത്താൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും കുറേ നാൾ ഇട്ടതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള NFTs എല്ലാം വിൽപ്പനയാകുള്ളൂ. നമുക്ക് വേറെ ചിലവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടാൽ മാത്രം മതി. എന്തായാലും നിങ്ങൾ മാക്സിമം NFTs അപ്ലോഡ് ചെയ്ത് ഇടുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു മിനി ഐലൻഡ് ടൈപ്പ് NFTs എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലും വാസ്റക്സിലാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് ഫോട്ടോഷോപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ഇതിൽ മറ്റൊരു ഓപ്ഷൻ, ഇത് ഓപ്പൺ സീൽ മാത്രം ചെയ്യാൻ സാധിക്കുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് NFT ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലുള്ള NFTs. അതിൻ്റെ ഒരു വീഡിയോ കൂടി വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങൾ
ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് മിക്ക വീഡിയോസിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴാണ് NFT ക്രിയേഷൻ വീഡിയോസ് വരുന്നത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് വീഡിയോ ആയിട്ട് മാത്രം നിങ്ങളിത് കണ്ടാൽ മതി. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇമേജാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഇനിയും കുറച്ച് ടഫായിട്ടുള്ള NFTs എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ഞാൻ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്രസ് ചെയ്യുക, ഇവിടെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക. ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ പുറകിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലും പല പല ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതിന് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ കൂടുതൽ പ്രോ ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്തായാലും ഈ ബേസിക് NFT വീഡിയോ ക്രിയേഷൻ അല്ലെങ്കിൽ NFT ആനിമേറ്റഡ് നോൺ ആനിമേറ്റഡ് വീഡിയോ ക്രിയേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സുമായി വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.